ഹായ്. അപ്പോൾ ഏതായാലും ഇന്നലെ ഇടാൻ തുടങ്ങിയില്ലേ, അപ്പം ഇനി ഏതായാലും മുഴുവനാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രാവിലെ അടിച്ചു വാരലേ കഴിഞ്ഞിട്ടുണ്ട്. അടുക്കളത്തെല്ലാം പണിയും കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. പക്ഷേ ഇന്നലെ പൂ പറിച്ച് വെക്കാൻ പറ്റിയില്ലേ. ഇന്നലെ പണി കഴിഞ്ഞാൽ പിന്നെ തിരുവമ്പാടി വരെ ഒന്ന് പോകേണ്ടി വന്നേ. അതുകൊണ്ട് പൂവൊന്നും പറിച്ച് വെക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെയാണുള്ളത് നോക്കി പറിച്ചിട്ട് ഇടാമെന്നാട്ടോ ഞങ്ങൾ വിചാരിച്ചത്. ആദ്യം പൂ പറിക്കട്ടെ ഞങ്ങൾ കേട്ടോ. മുക്കുറ്റിയൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ ഇത് പറിക്കാൻ സമയം വേണം. മുക്കുറ്റി ഉണ്ടല്ലേ, മുക്കുറ്റിയൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ ഇത് പറിച്ചെടുക്കണമെങ്കിൽ കുറച്ച് സമയം വേണം. ഇതാണ് മുക്കുറ്റി. മുക്കുറ്റി എന്ന് പറയും, നിലന്തെങ്ങ് എന്ന് പറയും. നിലന്തെങ്ങ് കണ്ടില്ലേ, തെങ്ങിൻ്റെ രൂപത്തിൽ നിലന്തെങ്ങ്. ഇതാണ് മുക്കുറ്റി. തുമ്പയൊക്കെ അപൂർവമാണ് കേട്ടോ. വേഗം പറിച്ചുവിടുന്നേ. 8 മണി ആദ്യം തീർത്തില്ലെങ്കിൽ കുടുവിനെ റെഡിയാക്കി. കുടു ഉറങ്ങുകയാണേ. കുടു ഇതുവരെ എഴുന്നേറ്റിട്ടില്ല കേട്ടോ, കുടു ഉറങ്ങുകയാണ്. അപ്പോൾ കുടു ഉണരുമ്പോഴത്തേക്കും ഞങ്ങൾ അത് പറിച്ചോട്ടോ. ഇത് പറിച്ചോട്ടോ, ഇത് പറിച്ചിട്ടോ. വില കിട്ടി നല്ല പറിച്ചിട്ടോ. മാത്രം പറിച്ചിട്ട് മഞ്ഞ കുറച്ചുകൂടി പറിച്ചു കഴിഞ്ഞു. മഞ്ഞ പറിച്ചു. വേറെ പൂവൊന്നും ഇല്ല കേട്ടോ, അവിടെ ആണെങ്കിലും ഇല്ല. തുമ്പപ്പൂ നോക്കി. എവിടെ ഇതെന്തേന്ന് കമ്മൽച്ചെടി. കമ്മലാട്ടോ, തുമ്പയാ, കമ്മൽച്ചെടിയാട്ടോ ഇത്. കമ്മൽച്ചെടി പറിച്ചൂട്. ഇങ്ങനെ പൂ പറിക്കുമ്പോ ഉണ്ടല്ലോ ഓണത്തിന്റെ പാട്ടൊക്കെ പാടണം. ഓണം അങ്ങനെയൊക്കെ പാടണം. പാടിക്കാതിരിക്കട്ടെ, ചിരിക്കുക. ഓണം വന്നോണം വന്നോണം വന്നേ, കാവേരി നാട്ടിൽ പൊന്നോണം വന്നേ. പാടടോ, പാടില്ല. എന്നാ പോവാ. അതൊന്നും കിട്ടൂലേ. മതി. ഞാൻ നമുക്ക് അന്ന് കുറച്ച് ആ പച്ച ഇലേൻ്റെ ഞങ്ങള് ചെറുതായിട്ടൊക്കെ ഇടാന്ന് വിചാരിച്ചിട്ടേ. അതെ,
ഒരു പൊട്ടി കപ്പുണ്ടായിരുന്നേ. അപ്പം ഞാൻ വെച്ചിട്ട് ചാണം വേകാൻ എടുക്കാം. ചാണം വേഗം കരി ഇന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ഇന്നലെ വൈകുന്നേരം വന്നപ്പോഴത്തേക്ക് രാത്രി പിന്നെ ഇവരെ പഠിപ്പിക്കലും പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പറയണ്ട സമയം പോയി. അപ്പോൾ ഇന്നും ചാണകം മാത്രം കൊണ്ടാട്ടം എഴുതുന്നത്. കരി ഇന്ന് വൈകുന്നേരം ഇത് വെള്ളം ഒറ്റ ചെയ്യുന്നുണ്ടോ. ഇന്ന് എന്തായാലും നമുക്ക് കരി ഉണ്ടാക്കണം കേട്ടോ മാറ്റാം കേട്ടോ. ഓരോ ദിവസം വെഴുകുന്തോറും ഇത് തറേൻ്റെ വട്ടം കൂടിക്കൂടി വരുന്നുണ്ടല്ലോ. ആ കൂടട്ടെ അങ്ങോട്ട് കൂടട്ടെ അല്ലേ. കുഞ്ഞൊരു ബക്കറ്റ് എടുത്തുണ്ടോ അത് കൂട്ടാ. ബക്കറ്റ് എടുത്തിട്ട് വാ. ഒരു ബക്കറ്റ് കൊണ്ടുപോവാ. വേഗം കൊണ്ടുപോവാ. ഒരാവശ്യത്തിനാണ്. പുറകിലുണ്ട് കേട്ടോ. അപ്പോഴേ ഇന്നലെ ഏതായാലും തുടങ്ങിയില്ലേ. അപ്പോൾ ഇപ്രാവശ്യം മാവേലി ഞങ്ങളുടെ അടുത്തേക്ക് വരില്ലല്ലേ. അധികം കൂട്ടുകാരത്തേക്ക് ആ കുഞ്ഞൊക്കറ്റ് എടുത്താൽ മതിയായിരുന്നു. കേടായ ഒക്കറ്റ് ഞാൻ പറഞ്ഞുതരാം എന്തിനാണ്. ഇതിൽ നമ്മൾ പൂവിടും കേട്ടോ. ഇതെന്തിനാണ് എല്ലാവരും കൂടി നോക്കിയിട്ട് ഇതിങ്ങനെ ചാണകം തളിക്കും. ഞാൻ തളിക്കുന്നു. ഏകദേശം വലിയ ഒക്കെ തളിക്കും. ഇത് ചുറ്റും തളിച്ചിട്ട് വരാം കേട്ടോ. തുളസിയിലയാട്ടെ വെച്ചത്. തുളസിയില വെച്ചേ. ഇനി തുമ്പ ഇടാം എൻ്റെ മുകളിൽ. തുമ്പപ്പൂ ഇട്ടേ. ഇങ്ങനെ വെക്കണം എന്നൊക്കെ ഉണ്ട്. ഇങ്ങനെ തന്നെ വെക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ സമയക്കുറവ് മൂലം ചിലപ്പോൾ തിരക്ക് കൂടുമ്പോൾ അങ്ങനെ വെക്കുമോ എന്ന് അറിയില്ല കേട്ടോ. സമയം എത്രയായി നോക്കിയാ? 6:55. 7:30 വരെ സമയമുണ്ട്. 7:30 ആകുമ്പോഴത്തേക്കും പിന്നെ ഇവരെ കുളി, പിന്നെ കുടുവിനെ ഉണക്കണം. കുടുവിനെ തീറ്റിക്കാനാണ് കേട്ടോ പ്രയാസം. ചായ കൊടുക്കണം. ഇന്നലെ ചായ കുടിച്ച് പോയി. അച്ഛൻ കുടിച്ച് പോയില്ലടാ. അപ്പം അപ്പം തന്നു. ഞാൻ അവിടെ എടുത്ത് വെച്ചേക്ക്. ഇത് വട്ടമൊന്നും റെഡിയൊന്നുമില്ല. എന്നാലും തൽക്കാലം ഇതിങ്ങനെ ഇട്ടാലോ മോറ്റാ. പെറുക്കി വെക്കാനുള്ള സമയമില്ല. നീയും കൂടെ കൂടും. മൊട്ട് കൂടാതെ മൊട്ട് കൂടല്ലേട്ടെ. ഞാൻ മൊട്ട് പറിച്ചാൽ നാളേക്ക് പൂവുണ്ടാവില്ല. പൂ പറിക്കണേ. സമയക്കുറവ് മൂലമാണ് കേട്ടോ നല്ല നല്ല ഭാവത്തിലും നല്ല ഇതിലൊന്നും വരാത്തത്. കുട്ടി പൂ പറിച്ചോണ്ട് വന്നല്ലോ. ഞാൻ പച്ച ഇലയില്ലേ മോനുച്ചേ, ഇന്നലെ നമ്മളിതാക്കിയ ഇലയില്ലേ, ഇന്നലെ നമ്മളിങ്ങനെ ഊർന്നെടുത്ത ഇലയില്ലേ, അത് കൂട്ട് എടുത്ത് പോയിട്ട് വീഡിയോ പിടിക്കാനാവില്ലല്ലോ അല്ലേ. അതെ ഞാൻ പിടിച്ചത്. നമുക്കൊരു സ്റ്റാൻഡ് വാങ്ങണം അല്ലേ. മനുഷ്യരില്ലാതെ പോലെ ആനന്ദത്തോടെ
കാലം പിന്നെ ഉണ്ടല്ലോ ഒന്നാം ഓണത്തിന് ഒരു കളറ് എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഓരോ ദിവസം ഇന്ന രീതിയിൽ ഇടണം എന്നൊക്കെ ഉണ്ട് പൂക്കളം. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ, ഓരോ ദിവസം ഇടേണ്ട എങ്ങനെയാണ് എന്താണെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഞാനത് നമ്മൾ ചെറുപ്പം മുതൽ പൂവിടലുണ്ട്, അമ്മേൻ്റെ ഒക്കെ കൂടെ പോയിട്ട് പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്ന് പൂവൊക്കെ ഇടും. പക്ഷേ അങ്ങനത്തെ തറ കെട്ടിയിട്ടല്ലേ ഞങ്ങൾ പൂവ്. അപ്പം ഞങ്ങൾ പൂവിട്ട് കഴിഞ്ഞു കേട്ടോ. കുളിക്കാൻ പോകണുള്ളൂ, ഇവർ കുളിച്ചിട്ടൊന്നുമില്ല. പൂവിട്ട് കഴിഞ്ഞു. ഇനി ഇങ്ങനെ ആക്കിയിട്ടോ പൂവിട്ടത്. അത്ര ഭംഗിയൊന്നുമില്ല, ഉള്ള പൂവെല്ലാം പറിച്ചിട്ടതാട്ടോ. പിന്നെ കുറച്ച് ഇലയിട്ടു. ഇനി അലക്കിയിട്ട് വരാം കേട്ടോ. അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞാണ്. വീണ്ടും എല്ലാവർക്കും ഓണാശംസകൾ കേട്ടോ. നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും. അപ്പോൾ ഇനി അലക്കാനുണ്ട്, തോട്ട് പോകാമെന്ന് ചോദിച്ചു. തോട്ട് പോയി അലക്കിയിട്ട് വരാം. പിന്നെ കുടുവിനെ ഉണർത്തണം. ഇവർ രണ്ടുപേരും കുളിക്കണം, ചായ കൊടുക്കണം. 8:45 ഇവിടുന്ന് ഇറങ്ങണം കേട്ടോ പോവാൻ. അപ്പോൾ പുസ്തകം ഒന്നും എടുത്തു വെച്ചിട്ടില്ല കേട്ടോ, ഒക്കെ ടേബിളിന് മുകളിലുണ്ട്. ഇനി ഒക്കെ എടുത്ത് വെക്കണം. ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ. അലക്കി കഴിഞ്ഞ് വന്നു, ചായ കുടിക്കട്ടെ. 8 മണിക്ക് സ്കൂൾ. ഇന്നൊരു ലേശം നേരത്തെ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ 8:15 അപ്പോൾ ഇനി സമയമില്ല, ഞങ്ങൾ ചായ കുടിക്കട്ടെ. ഇനി എന്താ കടി എന്താണെന്നറിയാം. അത് അമ്മ കടയിൽ പോകുമ്പോൾ ഞാനും ചേട്ടൻ നടന്നു പോയിക്കോട്ടെ. എന്താണ് നീർദോശ? എന്താടാ ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പോട്ട് കൊടുക്കാം അങ്ങോട്ട്. അപ്പൊന്നുമില്ല. അപ്പൊ ഞങ്ങൾക്ക് തന്നെ കഴിയുന്നില്ല. എന്നാ മീനിന്റെ മുള്ളു തരാം, അങ്ങോട്ടൊന്നും ഇടാൻ പാടില്ല. ഇനി നാളെ വരണ്ടേട്ടാ. എന്താ ആരെ പട്ടിയാണോ പോലെ പോടാ എന്നാ. അപ്പൊ അതാ സമയമില്ലാത്തോണ്ട് അതാ അവിടെ ഉണ്ട്, തെരഞ്ഞു കണ്ടുപിടിക്കേ. അതാടാ അവിടെ പൊട്ടാടി കണ്ണ് കാണുക. ഇവിടെ നിന്നേ കൂടും. സമയല്ലാതെ കളിക്കാൻ. അതിന് വിശന്നിട്ടാ. നീ ചോറ് വേണം? നീ പോയിക്കോട്ടോ ചാച്ചാ, സമയമില്ല പോട്ടെ. കൊടുന്ന് റെഡ് ഡേയാ ഇന്ന്. ചുമപ്പ് ഉടുപ്പ ഇടേണ്ടത് അല്ല വാവേല്. ഇത് ടീച്ചർ പറഞ്ഞു റെഡ് ഡേ ആണ്, റെഡ് കളർ ഉടുപ്പിടണമെന്ന്. എടാ ഇന്ന് റെഡാന്നേ. എന്നാ വേറെ റെഡ് ഉണ്ടോ നോക്കട്ടെ. എന്റെ ദൈവമേ, സമയമില്ല കുഞ്ഞെ, വേറെ റെഡ് ഇല്ല. റെഡ് കളറ് ഇന്നത്തെ റെഡ് കളറ്. എന്നിട്ട് നമുക്ക് ചുമപ്പ് പച്ചക്കറി കൊണ്ടോണ്ടേ. ഇത് റെഡ് അല്ലെന്നേ, അത് ആ കളർ പറയുന്ന ദിവസം ഇത് ഇടാ. ഇന്ന് എത്തിട്ട് കാണിച്ചു തരട്ടെ. സുന്ദരിയാണോന്ന് കാണിച്ചു തരാം. ഇതൊരു ഓട്ടയുണ്ടല്ലേ, അത് സാരില്ല. ഇത് സുന്ദരിയാണോന്ന് കാണിച്ചു തരേ. നമ്മ കാണിച്ചു തരാം. വേറെ ഒരു റെഡ് കളർ ബനിയൻ ഉണ്ടായിരുന്നല്ലോ. ഇത് റെഡ് അല്ല, ഒരു റെഡും കൂടി ഉണ്ടായിരുന്നല്ലോ. തൽക്കാലം കൊടുത്തിട്ടേ. ടീച്ചറെ ആ ടീച്ചറിന്റെ ഫോൺ നമ്പറിൽ വിളിച്ചാടാ. ടീച്ചറിന്റെ ഫോൺ നമ്പറിൽ വിളിച്ച അജിത ടീച്ചറിനെ വിളിച്ചോട്ടോ.
ആന്നോ ഇട്. ഇതാ റെഡ് കളർ. ഇന്ന് റെഡ് ഡേ ആണ്. അയ്യോടാ അവിടെ ചെറിയൊരു ഓട്ടയുണ്ട്. ഇത് വേണ്ടേ? ഹായ് അതില്ലേ മുഴുവൻ്റെ മുടി ചെയ്യാൻ ചീപ്പം തന്നെ. ഏയ് അമ്പോ മിക്കനായല്ലോ. മിക്കൻ ഞാനൊന്ന് റെഡി ആവട്ടെ. കോർക്കുന്തൽ ഒന്ന് കെട്ടിട്ട് വേഗം ഒക്കെ എടുത്തോ. കിട്ടോ. അപ്പം എല്ലാം കഴിഞ്ഞു. ഇവൻ ദീർഘശ്വാസം വിടുക കേട്ടോ. ഞങ്ങൾ ഇറങ്ങുകയാണേ, പോവാനായി. അപ്പോൾ ഇന്ന് കൊടുന് റെഡ് ഡേ ആണ് കേട്ടോ. കൊടു ഒരു തക്കാളി കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. റെഡ് ഉടുപ്പ് ഇടാൻ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ വർക്കുണ്ടാക്കി എന്തൊക്കെ കാട്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് പരീക്ഷയാണ്. അയ്യോ അത് ആദ്യക്കൂട്ടിന് പരീക്ഷയല്ല കേട്ടോ, ആദ്യക്കൂട്ടിന് ക്ലാസ്സാണേ. ഇന്നത്തെ തിരക്കിനിടയിൽ കുറച്ച് വീഡിയോ ഒക്കെ പിടിച്ച് വെച്ചാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. പിന്നെ അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവരോടും ടാറ്റാ ബൈ ബൈ സീ യു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ടീച്ചറേ തിരിച്ച് ഗുഡ് മോർണിംഗ് പറയൂടൂ. ഞങ്ങൾ പോട്ടെ. ടീച്ചറെ പോയിട്ടോ. ടാറ്റാ കൊടു. ടാറ്റാ ഉമ്മ. പോയേ.